അറസ്റ്റ് നീളുന്നോ എന്നാണ് ചോദ്യം. ജിമ്മി, അറസ്റ്റ് ഒരു നിമിഷം പോലും വൈകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2 ദിവസം കഴിയുന്നു. ഈ 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മണിക്കാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയം 4:30 ആണെങ്കിലും അന്ന് രാവിലെ മുതൽ കേരളത്തിലെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനൊരു വാർത്ത വരുന്നു എന്നതിനുള്ള എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 4:30 ഈ വാർത്ത പുറത്തു വരുമ്പോൾ നിമിഷങ്ങൾക്കകമാണ് ലൈവിൽ ഒരുപാട് ആളുകളുടെ പ്രതികരണം വരുന്നത്. അത് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടാണ്. ആരാണ് ഈ പരാതി കൊടുക്കുന്നത്? പെൺകുട്ടി എവിടെയാണ് പരാതി കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുക, ഇടിച്ചു കയറി പോയിട്ടല്ല. അപ്പോൾ പോലീസിനും അറിയേണ്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, പല മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു ഇങ്ങനൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുള്ളത്. പക്ഷേ 4:30 മണിക്ക് ഈ പരാതി കൊടുത്ത് 15 മിനിറ്റിനകം രാഹുൽ മാങ്കുട്ടത്തിലെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. ഒരു സാധാരണ ബുദ്ധിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും ക്ലോസായി രാഹുൽ മാങ്കുട്ടത്തിനെയും ബാക്കിയുള്ളവരെയും ഫോളോ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഫോളോ ചെയ്തില്ല? അതൊരു ലളിതമായ സംശയമാണ്. വളരെ നിഷ്പ്രയാസം രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കക്ഷി രായ്ക്ക് രാമാനം 4:30 വരെ സജീവമായി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലുണ്ടായിരുന്ന ഒരു കക്ഷി രായ്ക്ക് രാമാനം മുങ്ങുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 48 മണിക്കൂറായി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് മുമ്പോട്ട് നീങ്ങാൻ പോകുന്നു? ഇപ്പോൾ 50 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് വൈകിക്കുന്നു എന്നതിൽ മാത്രമേ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ വരുന്ന എതിരഭിപ്രായമുണ്ടല്ലോ, ഈ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പിടിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇതുവരെ എന്തുകൊണ്ടാണ് പരാതി വരാതിരുന്നതെന്നൊക്കെ ഉള്ള വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആർക്കാണ് പ്രയോജനം എന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 48 മണിക്കൂറായി കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റുള്ള വിഷയങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അപ്രസക്തമായിരിക്കുന്നു. ഇന്ന് 3-ാം ദിവസമാണ് കേരളത്തിലെ ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. 7 മണിക്കും 8 മണിക്കും 9 മണിക്കുമൊക്കെ പ്രധാന വാർത്തകളിലെല്ലാം ലീഡ്. രാവിലെയും ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ഒരു പ്രയോജനം അതുകൊണ്ട് ആർക്കുണ്ടാകും? അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്ന എതിർകക്ഷിക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും. അങ്ങനെയല്ലേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് വൈകിക്കുന്നതാണോ? അതാണ് ന്യായമായും ഉയർന്ന സംശയം. അറസ്റ്റ് വൈകിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തിനാണെന്നുള്ളത് പോലീസ് തന്നെ മറുപടി പറയണം. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ്. വ്യാപകമായി വലവിരിക്കുന്നുള്ളതാണ് റിപ്പോർട്ടർ TV അല്പം മുമ്പ് വരെ കൊടുത്ത വാർത്ത. വിശദമായി പരിശോധന നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്ന ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ആകുന്നുണ്ട്, പിന്നെ ഓഫാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കബളിപ്പിക്കാൻ ചെയ്യുകയാണെന്നൊക്കെ. കേരള പോലീസ് ഇത്രയും കഴിവുകെട്ട ഒരു സംവിധാനമാണോ? ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനൊരാൾക്കെതിരെ പരാതി വരാൻ പോവുകയാണെന്നറിഞ്ഞാൽ സാധാരണ മാധ്യമപ്രവർത്തകർ പോലും ഇയാളെ ട്രാക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ട് ചെയ്തില്ല? കേരള പോലീസ് അത്രയ്ക്ക് കഴിവുകെട്ടവരാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് സമ്മതിക്കണം. അപ്പോൾ ഇത് മനഃപൂർവ്വമാണ്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിക്കോട്ടെ, ഇത് വ്യാപകമായി സജീവമായി നിൽക്കട്ടെ, ബാക്കി എല്ലാ ആരോപണങ്ങളും ഇതിൽ തൽക്കാലം മുങ്ങിപ്പൊക്കോട്ടെ എന്നുള്ളതാണ് കേരള പോലീസിൻ്റെയും കേരള പോലീസിൻ്റെ പിന്നിൽ നിൽക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്ലാൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ വളരെ എളുപ്പം കുറച്ച് ദിവസത്തേക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇത് പകൽ പോലെ വ്യക്തമല്ലേ? ഇതിനകത്ത് ആർക്കാണ് സംശയം? ഇങ്ങനെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ 2 ദിവസമായി ഒളിവിൽ പോവുക, പോലീസിൻ്റെ കൺമുമ്പിൽ നിന്ന് രാവിലെ മുതൽ ഇയാൾക്കെതിരെ പരാതി വരുമെന്നറിയാവുന്ന, കഴിഞ്ഞ 3 മാസമായി പരാതിക്ക് വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പഴയ അനിസ്ബയുടെ പരസ്യമാണോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അങ്ങനെ മുങ്ങാൻ പറ്റുമോ? അതും വീട്ടിലോ വേറെ എവിടെയെങ്കിലും അല്ല, പൊതുജന മധ്യത്തിൽ പരസ്യമായി ക്യാമ്പയിൻ സ്ഥലത്ത് നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. അസംഭവ്യമാണ്. അങ്ങനെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ ചങ്ങല പൊട്ടിപ്പോയി, കണ്ണി പൊട്ടിപ്പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവും ഒരു അത്ഭുത സിദ്ധിയുമുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു ജനപ്രതിനിധിയാണ്. ആ മുഖം എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് അറിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ 3 മാസമായിട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എല്ലാവർക്കും അറിയാം. ഒന്ന്. ഇനി ഈ പരാതി കൊടുത്തത് തന്നെ ബോധപൂർവമാണ് ഈ സമയത്ത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഈ പരാതിക്ക് തൊട്ട് മുമ്പേ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു. ആ ശബ്ദരേഖയുടെ ഹൈപ്പ് ഉണ്ടാകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ഇതിൻ്റെ ടൈമിംഗ് ഭയങ്കരമാണെന്ന് പറയുന്നു. അത് പക്ഷേ ഒരു പെൺകുട്ടിയുടെ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. പെൺകുട്ടിക്ക് ഇന്ന് പരാതി കൊടുക്കാൻ തോന്നിയാൽ ഇന്ന് കൊടുക്കും, നാളെ ആണെങ്കിൽ നാളെ, 1 വർഷം കഴിഞ്ഞാണെങ്കിൽ 1 വർഷം, 2 മാസം മുമ്പാണെങ്കിൽ 2 മാസം. അത് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഒരു പെൺകുട്ടി തയ്യാറായി വന്നാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് എതിർപക്ഷത്തിനെതിരെയാകുമ്പോൾ അത് സമർത്ഥമായി ഉപയോഗിക്കും. അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും ഉപയോഗിക്കും. CPMൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്തെ കോൺഗ്രസിൻ്റെ യുവ MLA ആണ്. സ്വാഭാവികമായി അത് ഉപയോഗിച്ചിട്ടുണ്ട്.
അതാണ് ഇതിനകത്തെ കാര്യം. അല്ലാതെ പെൺകുട്ടിയെ ഞാൻ ഈ കാര്യത്തിൽ സംശയിക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പെട്ടുപോയത്? പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമായി രാഹുൽ മാങ്കുട്ടത്തിലെ നടപടിയെടുത്ത പാർട്ടി എന്ന് പറയാമായിരുന്നു. എങ്ങനെയാ? പരാതി വന്ന 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നു, ഇനി ഇദ്ദേഹവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നു. ആ പാർട്ടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. അങ്ങനെ പുറത്താക്കിയ ഒരാളെ വിഷയത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നത്? അവിടെയാണ് ഇതിൻ്റെ തമാശ. ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഭരണത്തിലിരിക്കുന്ന സർക്കാർ സംവിധാനം, നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനം ഇതൊക്കെ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ പുറത്താക്കിയ പാർട്ടി ഡിഫൻസിലായി പോയത് എങ്ങനെയാണ്? അതാണ് ഇതിനകത്തെ എന്താ പറയുക കോമഡി എന്ന് പറയുന്നത്. ഒരു ശബ്ദരേഖ പുറത്തു വന്ന ആ സമയത്ത് അത് പ്ലാൻഡ് ആണെങ്കിൽ ആദ്യമായി പെട്ടുപോയത് KPCC മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയാണ്, നല്ല പയ്യൻ, ആ പയ്യൻ എന്തിനും പുറത്ത് നിൽക്കണം, ഒരു പ്രശ്നവുമില്ല, അവൻ മുന്നോട്ട് വരട്ടെ. മുൻ KPCC പ്രസിഡൻ്റാണ് പറയുന്നത്. അത് കഴിഞ്ഞ് AICCയുടെ ജനറൽ സെക്രട്ടറി, ചെറിയ ആളൊന്നുമല്ല, ദീപാദാൻഷ് മുൻഷി, കേരളത്തിൻ്റെ ലക്ഷദ്വീപിനെയും ചാർജുള്ള നേതാവ്, പറയുകയാണ് മുഖ്യമന്ത്രിയുടെ അടുത്താണോ പരാതി കൊടുക്കേണ്ടത്. 2, മൂന്നാമത്തേത് UDFൻ്റെ കൺവീനറാണ്. ഈ പെൺകുട്ടി ഇരയാണ്, CPMൻ്റെ കയ്യിലെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേത് ആരെ ഡിഫെൻഡ് ചെയ്യാനാ? പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ, പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിഫൻസിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും അറസ്റ്റ് നടന്ന് കഴിഞ്ഞിട്ടാണ്. 1 മാസം മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധമുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ തമ്മിൽ അകന്നുപോയി എന്ന് പെൺകുട്ടി മൊഴി കൊടുത്തതായി വാർത്തകൾ വരുന്നു. അപ്പോഴാണ് മാരകമായ അടി ഇന്ന് രാവിലെ വരുന്നത്. അത് KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, സത്യം പറയേണ്ട എന്തോ ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, സത്യം പറഞ്ഞേ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ പറയുകയാണ്, ആ കല്യാണത്തിന് ഞാൻ പോയതാണ്, എനിക്ക് ഇവരെ നേരിട്ടറിയാമായിരുന്നതാണ്, 1 മാസമൊന്നും അല്ല കേട്ടോ, ഇത് വേറെ ആർക്കുള്ള മറുപടിയാണെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി ഇറങ്ങി ബാറ്റ് ചെയ്തു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന് ഓർക്കണം, നിസ്സാര കക്ഷിയൊന്നുമല്ല. അതും ഒരു വശത്തെ നേതാക്കളുടെ വീക്ഷണം പത്രമോ അധികം ആരും വായിക്കില്ലെങ്കിലും കോൺഗ്രസിൻ്റെ മുഖപത്രമാണല്ലോ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് തലക്കെട്ടുമായി എഡിറ്റോറിയലാണ്. എഡിറ്റ് പേജിലെ വേറെ ആരുടെയെങ്കിലും ലേഖനമാണെങ്കിൽ മനസ്സിലാക്കാം. എഡിറ്റോറിയൽ പത്രത്തിൻ്റെ അഭിപ്രായമാണ്. നിരപരാധികളെ സ്ത്രീപീഡന കേസുകൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് മറ്റു പല പഴയ കഥകളും പറഞ്ഞിട്ട് അതിലെ അവസാനത്തെ ഇരയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എഴുതി വെച്ചു കോൺഗ്രസിൻ്റെ മുഖപത്രം. ഇവിടെയാണ് കോൺഗ്രസ് ഡിഫൻസിലായി പോയത്. നോക്കൂ, അപ്പുറത്തെ ഒരു വലിയ ആയുധം CPMഉം സർക്കാരും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ തൽക്കാലം രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്കെതിരെയുള്ള, രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കോൺഗ്രസിനെതിരെ വലിയ ആക്രമണം നടക്കുമ്പോൾ 2 വരിയിൽ ആ വിഷയം തീരുമായിരുന്നു. എന്താണ് ആ വരി? 1, ഞങ്ങൾ ഇയാളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, ഞങ്ങൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, വിഷയം കഴിഞ്ഞു. നിങ്ങളുടെ ആളുകളെ ആരെയും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ വിഷയം തീരേണ്ടതാണ്. അതിന് പകരം ഒരു AICC ജനറൽ സെക്രട്ടറി, ഒരു KPCC ജനറൽ സെക്രട്ടറി, മുൻ KPCC പ്രസിഡന്റ്, അതോടൊപ്പം UDFൻ്റെ കൺവീനർ, ഏറ്റവും അവസാനം ഇതാ പാർട്ടിയുടെ സ്വന്തം മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയൽ. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് CPMനെ കുറ്റം പറയാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാണ് LDF സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുക? അവരത് സമർത്ഥമായി ഉപയോഗിച്ചെങ്കിൽ അതിന് മറുപടി പറയാനുള്ള മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ നേതാക്കളോട് ഇരുന്ന് പറയുകയാണ് അത് വളരെ ബോധപൂർവമായ പരിപാടിയായിപ്പോയി, മനഃപൂർവ്വം ഇപ്പോൾ കേസെടുത്തതാണ്, മനഃപൂർവ്വം രാഹുൽ മാങ്കുട്ടത്തിലിനെ ഇപ്പോൾ കൊണ്ടുവന്ന് കുടുക്കിയതാണ്. അങ്ങനെ കൊടുക്കുമെങ്കിൽ അതിനുള്ള മറുതന്ത്രം ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകണമായിരുന്നു. സത്യത്തിൽ ഈ CPMഉം സർക്കാരും ഈ നേതാക്കന്മാരെല്ലാം പണം വെച്ചിട്ട് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് AK സെൻറ്ററിന് മുമ്പിലോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മുന്നിലോ ഒട്ടിച്ചു വെക്കേണ്ട സമയമായി. കോൺഗ്രസ് ആണ് സത്യത്തിൽ CPMൻ്റെ ഐശ്വര്യം. കയ്യിൽ കിട്ടിയ ഒരു മാതൃകാപരമായ നടപടിയെടുത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ നടപടിയെടുത്ത കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷിൽ ഒരു ഗംഭീരമായ ഒരു കേസിൽ സ്വയം തോറ്റുകൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. നിങ്ങളാണ് ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. 4 മാസം കഴിഞ്ഞാൽ കേരളം ഒത്തൊരുമിച്ച് ഭരിച്ച് ഈ സർക്കാരിൻ്റെ കുഴപ്പങ്ങളെ തുറന്നു കാട്ടി ഭരണം പിടിക്കുമെന്ന് പറയുന്നത് ലജ്ജിക്കണം. ഒരു സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത, തമ്മിൽ തല്ലുന്ന ഒരു ആൾക്കൂട്ടമായി അധപ്പതിക്കുന്ന കോൺഗ്രസിനെയാണ് ഏറ്റവും അവസാനം ഇന്നത്തെ വീക്ഷണം പത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പുതിയ KPCC ജനറൽ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിലൂടെയും ഉണ്ടായത്.
എങ്ങനെയാണ് ഇവർക്കതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത്ഭുതം. എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവനാണ് മറുവശത്ത്. അപ്പോഴാണ് അവരെ തോൽപ്പിക്കാനായി എൻ്റെ വിവാഹം 1 മാസമേ ഉണ്ടായിരുന്നു പറയുമ്പോൾ സത്യം പറയാനുള്ള ത്വര കൊണ്ടാണത്രേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നേരിട്ടറിയാം, പിന്നെ സത്യം പറയാനുള്ളതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു എന്ന് പറയുന്നത്. എങ്ങനെ കഴിയുന്നു ഇവർക്കെല്ലാം? അതേസമയം അറസ്റ്റ് വൈകിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. Meet the editors.